നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 24. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിലാദിമമായി ഒരാത്മരൂപം. അവനവനാത്മസുഖത്തിനാചരിക്കുന്നവ അപരന്നു സുഖത്തിനായി വരേണം. നമ്മുടെ ജീവിതത്തിന് വല്ല ഉദ്ദേശ്യവുമുണ്ടോ? തിന്നുക, കുടിക്കുക, ഇണചേരുക, പെരുകുക എന്നീ പ്രക്രിയകൾ എല്ലാ ജീവജാലങ്ങളിലും കാണുന്നു. അതുകൊണ്ട് ഇതൊന്നും മനുഷ്യന്റെ പ്രത്യേകതയല്ല. എന്താണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്? കവിത എഴുതുകയും കണക്ക് കൂട്ടുകയും താൻ അറിഞ്ഞത് മറ്റുള്ളവരെ ധരിപ്പിക്കുവാനായി പള്ളിക്കൂടങ്ങളും സർവകലാശാലകളും ഉണ്ടാക്കുകയും പുസ്തകങ്ങൾ എഴുതുകയും ശേഖരിക്കുകയും വിതരണം ചെയ്യുകയും എല്ലാം ചെയ്യുന്ന ഒരേ ഒരു മൃഗം മനുഷ്യൻ മാത്രമാണ്. ഏതു വസ്തുവിൻ്റെയും സ്വദേശത സഫലീകൃതമാകുന്നത് അതിൻ്റെ ഏറ്റവും കാതലായ ധർമ്മം സത്യസന്ധമായി സാക്ഷാത്കരിക്കപ്പെടുമ്പോഴാണ്. ഞാൻ എഴുതുന്ന ഈ പേന എഴുതാനുള്ളതാണ്. ഇതുകൊണ്ട് എഴുതാൻ കഴിയാതെ വന്നാൽ പിന്നെ ഇത് പേനയല്ല, ഉപയോഗശൂന്യമായൊരു വസ്തുവാണ്. അതുപോലെ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ അറിവുണ്ടെന്നുള്ളതാണ്. എന്നല്ല, അവനൊരർത്ഥത്തിൽ അറിവ് തന്നെയാണ്. അറിവിനെ തന്നെയാണ് ആത്മാവ് എന്ന് പറയുന്നത്. അറിവിൻ്റെ സ്വഭാവം, സ്വരൂപ ലക്ഷണം സ്വയം നിർണയിക്കുവാൻ കഴിയുന്ന ഒരു സ്വയം പ്രകാശതയാണെന്ന് പറയാം. ഈ പ്രപഞ്ച സത്തയുടെ ഭൗതികത എടുത്തു നോക്കിയാൽ അതിൽ ഒന്നാമത്തെ ഘടകമായിരിക്കുന്ന പരമാണു ഹൈഡ്രജനാണ്. അതിലൊരു സുനിശ്ചിതത്വമുണ്ട്. ഒരു ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു ഇലക്ട്രോണും ഒരു പ്രോട്ടോണും കൂടി വേഴ്ചയിൽ ഏർപ്പെട്ടിരിക്കുന്നു. പിന്നെ എന്തെല്ലാം ചേരുവകൾ ഉണ്ടായാലും രൂപാന്തരങ്ങൾ ഉണ്ടായാലും അതിന് സ്ഫോടനം ഉണ്ടാകാതിരിക്കുന്നിടത്തോളം കാലം അതിൻ്റെ അടിസ്ഥാനപരമായ സ്വരൂപത്തെ പ്രകൃതി ഭദ്രമായി കാത്തു സൂക്ഷിക്കുന്നു. ഒരു കണം ജലമെടുത്താൽ അതിൽ ഒരു ഹൈഡ്രജൻ അണുവും 2 ഓക്സിജൻ അണുക്കളും ബന്ധപ്പെട്ടു നിൽക്കുന്നു. അപ്പോഴും ഹൈഡ്രജൻ ആറ്റം അതിൻ്റെ അന്തഃസത്തയെ ഭദ്രമാക്കി തന്നെ സൂക്ഷിക്കുന്നു. ഹൈഡ്രജൻ ആറ്റം മുതൽ കുരങ്ങു വരെയുള്ള പരിണാമത്തിൽ കാണുന്നത് പ്രകൃതി ശക്തി തന്നെ ഓരോ വസ്തുവിൻ്റെയും മൂലതത്വവും പെരുമാറ്റച്ചിട്ടയും കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ്. അത് മനുഷ്യനിലെത്തുമ്പോൾ ആ പ്രകൃതി നിയമം തന്നെ അതിൻ്റെ പൂർണിമയിലെത്തി മനുഷ്യ മനസ്സിൽ കൂടി അതിനെ സ്വയം കണ്ടെത്തുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് ആലങ്കാരികമായിട്ടെങ്കിലും പറയാം. സുപരിണിതമായ ഈ അറിവിൽ നിന്നുകൊണ്ട് മനുഷ്യൻ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഏതൊരു സത്യത്തിൽ നിന്നാണോ അവൻ്റെ അറിവ് ഉരുത്തിരിഞ്ഞു വന്നത് അതുതന്നെയാണ് ഈ കാണപ്പെടുന്ന സർവവും എന്ന് ബോധ്യമാകും. ആ സ്ഥിതിക്ക് പിന്നെ സഹജീവികളായവരുടെ കാര്യം പറയേണ്ടല്ലോ. അവനെന്നും ഇവനെന്നുമെല്ലാം നാം പറയുന്നുവെങ്കിലും എല്ലാവരും ഒരേ ആത്മാവിൻ്റെ വിവിധ രൂപങ്ങളാണ്. ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് അവൻ്റെ സുഖമാണ്. സുഖം യഥാർത്ഥമായിരിക്കുന്നത് അത് തൻ്റെ അടിസ്ഥാന ധർമ്മത്തിന് അല്പം പോലും വിപരീതമല്ലാതിരിക്കുമ്പോഴാണ്.
ഞാൻ വേറെ നീ വേറെ എന്ന് പറയുമ്പോൾ തന്നെ നാം തെറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഒരുവൻ നല്ല പാട്ട് പാടുമ്പോൾ നാം അയാളെ നല്ല ഗായകനെന്ന് വിളിക്കുന്നു. നല്ല കവിത എഴുതിയാൽ നല്ല കവിയെന്ന് പറഞ്ഞ് പ്രശംസിക്കുന്നു. പിന്നീട് അവർ വൃദ്ധരായി ഈ കഴിവുകൾ നഷ്ടപ്പെട്ടാലും കീഴ്വഴക്കത്തെ മാനിച്ച് ഈ ബഹുമതികൾ നാം അവരിൽ നിന്നും എടുത്തു കളയുന്നില്ല. എന്നാൽ നന്മയുടെ കാര്യം വരുമ്പോൾ നാം ഈ ദാക്ഷിണ്യം കാണിക്കാറില്ല. ഒരുവൻ എന്നും എല്ലാവിധത്തിലും നന്മയിൽ തന്നെ മുഴുകിയിരുന്നാലേ നാം അവനെ നല്ലവൻ എന്ന് പറയാറുള്ളൂ. നന്മ അറിയുകയും നന്മയിൽ തന്നെ മുഴുകിയിരിക്കുകയും ചെയ്യണമെങ്കിൽ തൻ്റെ എല്ലാ പ്രവൃത്തികളും അഖണ്ഡമായ ആത്മബോധത്തിൻ്റെ സാക്ഷാത്കാരമായിരിക്കണം. ഏവരിലും ഇരിക്കുന്ന ആത്മാവ് ഞാൻ തന്നെയാണ്. ഏവരുടെയും നന്മയെ സാധിച്ചു കൊടുക്കുന്നതിൽ കൂടിയാണ് എൻ്റെ നന്മയുടെ സാക്ഷാത്കാരം ഉണ്ടാകുന്നത് എന്നിങ്ങനെ ആ മഹാത്മാവ് തീരുമാനിക്കുന്നു.